ഭക്തിയാണെങ്കിലും ഗുരുഭക്തിയെ നിർവചിച്ചത് കണ്ണടച്ച് അന്ധമായ ഒരു ഭക്തിയിലേക്കല്ല. നിങ്ങൾ വിവേകം കൊണ്ട് കണ്ണ് തുറക്കൂ. കണ്ണ് തുറന്നിട്ട് നിങ്ങൾ ചുറ്റുപാടുകളെ കാണൂ. കണ്ണ് തുറന്നിട്ട് നിങ്ങൾ ഭക്തിയിലേക്ക് വരൂ. ഭക്തിരാത്മാനുസന്ധാനം. ആ ഭക്തിയാണ് യഥാർത്ഥമായ ഭക്തി. നമ്മൾ ചുറ്റുപാടുമുള്ളതിനെ ജാഗ്രതയോടുകൂടി നിരീക്ഷിക്കുമ്പോഴാണ് ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്നുള്ളത് നമുക്ക് ബോധ്യം വരികയുള്ളൂ. അത് വളരെ ഉണർവോടുകൂടി ഇരിക്കണം. അതുകൊണ്ടാണ് കണ്ണ് തുറക്കണം എന്ന് പറയുന്നത്. ആ കണ്ണ് തുറന്നുള്ള ഒരു ജീവിതം ഉണ്ടാകുമ്പോൾ അതാണ് പദപങ്കജം ചേർന്ന് നിന്നാടുപാമ്പേ. അപ്പോൾ വെറുതെ തോന്നിയ പോലെ സ്റ്റെപ്പിട്ട് ജീവിതം കളിക്കരുത്. തോന്നിയ പോലത്തെ ഈ സ്റ്റെപ്പ് ഇങ്ങനെ ആയിക്കൊള്ളട്ടെ, കുറേ കയ്യടി കിട്ടിയല്ലോ, എന്നാൽ അടുത്ത ഡാൻസിനും ഈ സ്റ്റെപ്പ് തന്നെ ഉപയോഗിക്കാം എന്നല്ല. എങ്ങനെയാണോ ഗുരു നൃത്തം ചെയ്യുന്നത്, എങ്ങനെയാണോ ശിവൻ നൃത്തം ചെയ്യുന്നത്, ആ ശിവൻ നൃത്തത്തിനൊപ്പം തന്നെ നമ്മുടെ പദങ്ങൾ വിന്യസിക്കണം. അതിനെയാണ് അനുസരണം, അതിനെയാണ് വിധേയത്വം, അതിനെയാണ് അനുനയം എന്നൊക്കെ പറയണത്. നമ്മളെപ്പോഴും പറയില്ലേ ഞാനൊരു ശ്രീനാരായണീയനാണ് എന്ന്. എത്രമാത്രം ഉത്തരവാദിത്വം ഉണ്ട് എന്ന് അറിയോ അങ്ങനെ പറയുന്ന ഒരാൾക്ക്? ജീവിതത്തിൽ ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. ശ്രീനാരായണനെ പിൻപറ്റുന്നവനാണ് ഞാൻ എന്ന് പറയുമ്പോൾ ആ ശ്രീനാരായണൻ പറഞ്ഞ എന്തെങ്കിലുമൊക്കെ അനുസരിക്കുന്നവൻ, ജീവിതത്തിൽ പകർത്തുന്നവൻ, ഉൾക്കൊള്ളുന്നവൻ, ബോധ്യം വന്നവൻ എന്ന അർത്ഥത്തിലാണ്. അപ്പോൾ ആ വാക്ക് ഉപയോഗിക്കുമ്പോഴൊക്കെ തന്നെയും ഒരു ഭാരിച്ച ഉത്തരവാദിത്വം നമ്മുടെ തലയിലിരിപ്പുണ്ട്. ഒരു ശ്രീനാരായണീയനായ ഞാൻ ഇങ്ങനെ ആകരുത്, ഞാൻ അങ്ങനെയാകണം, ഞാൻ ഇങ്ങനെയാകരുത്, അല്ലെങ്കിൽ ഞാൻ അങ്ങനെയാകരുത്, ഞാൻ ഇങ്ങനെയാകണം. അപ്പോൾ നല്ല ഒരു പാതയിലൂടെ, ആധ്യാത്മികമായിരിക്കുന്ന മാർഗത്തിലൂടെ, ധർമ്മത്തിൻ്റെ ഒരു പാത നിശ്ചയമായിട്ടും അത്തരത്തിലുള്ള ആളുകൾ സഞ്ചരിക്കേണ്ടതിൻ്റെ അനിവാര്യത ഗുരുദേവൻ ഓരോ പദ്യശകലങ്ങളിലൂടെയും നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നുണ്ട്. എന്നിട്ട് പറയാണ്, കാരണം നമ്മൾക്കേ ഇതൊക്കെ പറ്റുള്ളൂ. നിങ്ങൾ വിചാരിക്കും എന്നെക്കൊണ്ട് ഇതൊക്കെ പറ്റുമോ? എടോ, നിന്നെക്കൊണ്ടേ ഇത് പറ്റുള്ളൂ എന്ന് പറയാനാ. 1000 കോടി അനന്തൻ നീ ആനനം, 1000വും തുറന്നാടു പാമ്പേ. 1000 കോടി അനന്തൻ നീ ആനനം, 1000വും തുറന്നാടു പാമ്പേ. നമ്മുടെ മക്കളൊക്കെ ഇത്തിരിയൊക്കെ പഠിച്ചു കഴിഞ്ഞ് അയ്യോ എനിക്കൊന്നും കിട്ടണില്ല എന്നൊക്കെ പറഞ്ഞ് ഗ്ലൂമി ആയിട്ടൊക്കെ ഇരിക്കില്ലേ? പഠിച്ചിട്ടും കിട്ടണില്ല അമ്മ, എത്ര വായിച്ചിട്ടും കിട്ടണില്ല അച്ഛാ എന്നൊക്കെ പറയും. അപ്പോൾ അവരുടെ അടുത്തൊക്കെ ഈ പദ്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം. മോനെ, ഗുരുദേവൻ പറഞ്ഞ കണ്ടോ, 1000 കോടി അനന്തൻ്റെ ശക്തിയാണ് നമ്മുടെ ഉള്ളിലുള്ളത്. നമ്മൾ വിചാരിച്ച എന്ത് നടക്കും. നമ്മൾ വിചാരിക്കണം, നമ്മൾ ആഗ്രഹിക്കണം, നമ്മൾ പരിശ്രമിക്കണം. അത്രമാത്രം സാധ്യതകൾ ഓരോ വ്യക്തിയിലും വെച്ച് തന്നിട്ടാണ് ഈശ്വരൻ നമ്മളെ പടച്ചു വിട്ടിരിക്കുന്നത്. വെറുതെ എടുത്തെറിഞ്ഞതല്ല ഈ ഭൂമിയിലേക്ക്. അനന്തമായിരിക്കുന്ന കഴിവുകളുടെ, അനന്തമായിരിക്കുന്ന ഗുണഗണങ്ങളുടെ ഒരു കേദാരം നിൻ്റെ ഉള്ളിലുണ്ട്. നീ അതിനെ ജസ്റ്റ് ഒന്ന് കണ്ടെത്തിയാൽ മാത്രം മതി എന്ന് പറയാനാണ് ഈ ഒരു പദ്യം പറയുന്നത്. ഭഗവത്ഗീതയിൽ നമ്മൾ പലപ്പോഴും വിവാദങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന ശ്ലോകങ്ങളൊക്കെ എടുത്ത് ഉദ്ധരിക്കാറുണ്ട്. പക്ഷെ അതിമനോഹരമായിരിക്കുന്ന ജീവിതഭാവങ്ങളെ ഉണർത്തുന്ന എത്രയെത്ര പദ്യങ്ങളെ കൊണ്ടാണ് ഭഗവാൻ കൃഷ്ണൻ അവിടെയൊക്കെ അർജുനന് പറഞ്ഞു കൊടുക്കുന്നത്. അതിലൊരു ശ്ലോകം ഇങ്ങനെയാണ്: ഉദ്ധരേതാത്മനാത്മാനം നാത്മാനമവസാദയേത് ആത്മൈവ ഹ്യാത്മനോ ബന്ധുഃ ആത്മൈവ റിപുരാത്മനഃ. ഉദ്ധരേതാത്മനാത്മാനം ന ആത്മാനമവസാദയേത് ആത്മൈവ ഹ്യാത്മനോ ബന്ധുഃ ആത്മൈവ റിപുരാത്മനഃ. തൂങ്ങിപ്പിടിച്ചിരിക്കുന്ന നമ്മളോട് പറയാണ്, എടോ തന്നെ ഒന്ന് ഉദ്ധരിക്കാൻ അപ്പുറത്തെ വീട്ടിൽ ആരും വരില്ല, അയൽവാസി വന്ന് ഉദ്ധരിക്കട്ടെ, അതുവരെ കട്ടിലേൽ കിടക്കാം എന്ന് പറഞ്ഞ് നീ കിടക്കരുത്. നിന്നെ അങ്ങനെയൊന്നും ഉദ്ധരിക്കാൻ ഇവിടെ ആർക്കും നേരമില്ല. ആലോചിച്ച് നോക്കൂ. നമ്മൾ വിചാരിക്കുന്നത് എന്താ, എനിക്ക് വിഷമമുണ്ട്,
എൻ്റെ വിഷമം എൻ്റെ കൂടെയുള്ള എല്ലാവരും മനസ്സിലാക്കും. എന്നിട്ട് വൈകുന്നേരം എന്നോട് വന്ന് ചോദിക്കും, എൻ്റെ അടുത്തിരിക്കും, എൻ്റെ തലയിൽ തലോടും, എന്നിട്ട് ചോദിക്കും, നിനക്കെന്തു പറ്റി? ഇത് കേൾക്കാൻ വേണ്ടി മാത്രം 24 മണിക്കൂറും കട്ടിലേക്ക് കിടക്കും. നിനക്ക് എന്ത് പറ്റി, നീ മിണ്ടുന്നില്ലല്ലോ എന്ന് ചോദിക്കാൻ വേണ്ടി മാത്രം ചുരുണ്ടുകൂടി കിടക്കുന്ന കുറേ ആളുകളുണ്ട്. ആ ചുരുണ്ടുകൂടി കിടക്കുന്ന ആളുകളോടാണ് പറയുന്നത്, നമ്മളെ ഉദ്ധരിക്കാൻ പുറമെ നിന്ന് ആരും വരില്ല. നമ്മൾ മനസ്സിലാക്കണം, ജനകനും അമ്മയും ആത്മസഖി പ്രിയജനവും അടുത്തയൽവാസികളും വിന തനിയെ ഇരിപ്പതിനെ തരമായി വരൂ എന്ന് ഗുരു വളരെ കുറച്ച് സങ്കടം തോന്നുമെങ്കിലും വലിയൊരു സത്യമാണ് ഗുരു അവിടെ പറഞ്ഞത്. അച്ഛനുണ്ടാകാം, അമ്മയുണ്ടാകാം, ഇനി അവരൊക്കെ ഇല്ലാതാകുമ്പോൾ എനിക്ക് ആത്മസഖി ഉണ്ടല്ലോ എന്ന് പറയും. ആ ആത്മസഖിയും നമ്മളെ വിട്ടു പോകും. അപ്പോഴും നമ്മൾ എന്താണ്, നമുക്ക് തനിച്ചിരിക്കാനാണ് കൂടുതലും സമയമുള്ളത്. തനിയെ ഇരിപ്പതിനെ തരമായി വരൂ. ആ തനിയെ ഇരിക്കുമ്പോൾ ആരും നമ്മളെ ഉണർത്താൻ വരില്ല, ആരും നമ്മളെ പ്രചോദിപ്പിക്കാൻ വരില്ല. അവിടെയാണ് നമ്മൾ തന്നെ നമ്മോട് പറയണം, ആത്മാവിനോട് പറയണം, ഉദ്ധരേത് ആത്മനാത്മാനം. നീ നിന്നെ ഉദ്ധരിക്കണം കുഞ്ഞ്, വേറെ ഒന്നിനെ കൊണ്ടുമല്ല, വേറെ ആരെക്കൊണ്ടുമല്ല, നിന്റെ ആത്മാവിനെ കൊണ്ട് തന്നെ, നിന്റെ ആത്മാവിനെ നീ തന്നെ ഉദ്ധരിക്കണം. അല്ലേ? നമുക്കൊക്കെ ഇങ്ങനെ സമാധാനത്തിൻ്റെ കഥകളും ധ്യാനങ്ങളും യോഗങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു തരാനേ പറ്റുള്ളൂ. ഇത് കേൾക്കുന്ന നിങ്ങളാണെങ്കിലും ഞാനാണെങ്കിലും സ്വയം എന്നെ തന്നെ ഉദ്ധരിച്ചാൽ മാത്രമാണ് എനിക്ക് അതിലേക്ക് എത്തിപ്പെടുക്കാനായിട്ട് കഴിയുകയുള്ളൂ. അതുകൊണ്ടാണ് ഉദ്ധരേത്. നീ നിന്റെ ആത്മാവിനെ കൊണ്ട് തന്നെ നിന്നെ ഉദ്ധരിക്കണം. ആത്മാനം അവസാദയേത്, നീ നിന്നെ തളർത്തരുത്. നമ്മളെ തളർത്തുന്നത് വേറെ ആരുമല്ല. അമ്മായിയമ്മ വിചാരിക്കും മരുമകളാണ് എന്നെ തളർത്തുന്നത് എന്ന്, മരുമകൾ വിചാരിക്കും അമ്മായിയമ്മയാണ് എന്നെ തളർത്തുന്നത് എന്ന്, മകൻ വിചാരിക്കും അച്ഛനാണ് തളർത്തുന്നത് എന്ന്, മകൾ വിചാരിക്കും അമ്മയാണ് തളർത്തുന്നത് എന്ന്. നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു സംഗതി, ആർക്കും നമ്മളെ തളർത്താൻ കഴിയില്ല. നമ്മളെ തളർത്തുന്നത് നമ്മൾ തന്നെയാണ്. അതുകൊണ്ട് ആത്മാനം അവസാദയേത്, നീ നിന്നെ തളർത്തരുത് കേട്ടോ, നീ നിന്നെ ഉയർത്തണം. പുനരുദ്ധാരണം എന്ന് പറയുന്നത് ക്ഷേത്രപ്രതിഷ്ഠകൾക്ക് മാത്രം ബാധകമായ ഒരു കാര്യമല്ല. പുനരുദ്ധാരണം ചെയ്യേണ്ടത് നമ്മളെയാണ് ഉദ്ധരിക്കേണ്ടത്. നമ്മളെ തളർത്തരുത്, നീ നിന്നെ തന്നെ തളർത്തരുത്. കാരണം എന്താണ്? ആത്മൈവ ഹി ആത്മനോ ബന്ധുഹു ആത്മൈവ റിപുരാത്മനഃ. ആത്മാവ് തന്നെയാണ്, നീ തന്നെയാണ് നിന്റെ ബന്ധു, അല്ലെങ്കിൽ നിന്റെ ആത്മാവ് തന്നെയാണ് നിന്റെ ഏറ്റവും വലിയ ബന്ധു. നിന്റെ ആത്മാവ് തന്നെയാണ് നിന്റെ ഏറ്റവും വലിയ റിപു, ശത്രു. ഇപ്പൊ നമ്മളുടെ മിത്രവും ശത്രുവും ഒന്നും പുറത്തില്ല കേട്ടോ. നമുക്ക് തോന്നാണ്, ഇതാ 4 വീട് അപ്പുറത്തുള്ളവനെ എൻ്റെ മഹാശത്രുവാണ് കേട്ടോ. അല്ലെങ്കിൽ പറയും, ഇത് അവിടെയുള്ള ആളെ എൻ്റെ ഉറ്റ ചങ്ങാതിയാണ് എന്ന് പറയും. നോക്കൂ, നമ്മളോട് ഏറ്റവും ചേർന്നിരിക്കുന്നത് ആരാ? നമ്മളാ, അല്ലേ? അത് കഴിഞ്ഞ് രണ്ടാമതൊരാൾക്ക് ഇരിക്കാടുള്ളൂ. എന്നോട് ഏറ്റവും ചേർന്നിരിക്കുന്നത് ഞാനാണ്. എൻ്റെ ഈ ശരീരത്തിന് നിൽക്കാനുള്ള ഇടം കഴിഞ്ഞ് മാത്രമേ വേറൊരാൾക്ക് എൻ്റെ അടുത്ത് വന്ന് നിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എൻ്റെ അകതാരിൽ വർത്തിക്കുന്ന ആ ചൈതന്യമാണ് എന്നോട് ഏറ്റവും ചേർന്നിരിക്കുന്നത്. ആ ചൈതന്യത്തെ ശ്രദ്ധിച്ച് ഉപയോഗിക്കുമ്പോൾ, അതിനെ കൺപാർക്കുമ്പോൾ അത് നമ്മളുടെ മിത്രമാകും. അതിനെ മറന്നു കളഞ്ഞാലോ നമ്മൾ തന്നെ നമ്മുടെ ശത്രുവാകും. അപ്പം നമ്മുടെ കുഴി തോണ്ടുന്നതും നമ്മൾ തന്നെയാണ്, നമ്മളുടെ ഭാവിയെ നിശ്ചയിക്കുന്നതും നമ്മൾ തന്നെയാണ്, ജീവിതത്തിലേക്ക് അടുത്ത സ്റ്റെപ്പ് എങ്ങനെ എടുക്കണമെന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ്. അതാണ് ഗുരു പറയുന്നത്, ഈ ഉദ്ധരിക്കുന്ന ഈ പ്രക്രിയ, ആത്മാവിനെ ഉദാത്തമായതിലേക്ക് കൊണ്ടുപോകുന്ന ഈ പ്രക്രിയ അനവരതം തുടരേണ്ടുന്ന ഒന്നാണ്. അതിനാണ് ആത്മോപദേശ ശതകം പോലുള്ള കൃതികളൊക്കെ എഴുതി തന്നത്. ഇങ്ങനെയുള്ള കൃതികൾ പഠിച്ച് പാകം വരുമ്പോൾ മാത്രമാണ് അങ്ങനെയുള്ള കൃതികളെക്കുറിച്ച് നമുക്ക് അധികം സംസാരിക്കാൻ പറ്റുള്ളൂ.